വഖഫ് ഒരു ആഭ്യന്തര വിഷയമാണ്. ഇപ്പോൾ രാജ്യസുരക്ഷയ്ക്കാണ് ഓരോ പൗരനും നിലകൊള്ളേണ്ടത് എന്നാണ് AMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി പറയുന്നത്. ഭീകരാക്രമണത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം പാകിസ്ഥാനാണെന്നും ഒവൈസി പറഞ്ഞു. തീവ്രവാദ കേന്ദ്രങ്ങൾ മാത്രമേ ഇന്ത്യ ആക്രമിച്ചിട്ടുള്ളൂ. സംഘർഷം രൂക്ഷമായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാകിസ്ഥാനു മാത്രമായിരിക്കുമെന്നും അഭിമുഖത്തിൽ ഒവൈസി വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണം പാകിസ്ഥാൻ സ്പോൺസർ ചെയ്തതാണെന്നും ഒവൈസി കൂട്ടിച്ചേർത്തു. പഹൽഗാം ഭീകരാക്രമണത്തെ ആർക്കും ന്യായീകരിക്കാൻ സാധിക്കില്ല. കലിമ ചൊല്ലാൻ അറിയാത്ത അമുസ്ലിങ്ങളിൽപ്പെട്ട എല്ലാ പുരുഷന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളുടെ മുമ്പിൽ വെച്ച് വെടിവെച്ചു കൊന്നത് മത തീവ്രവാദം തന്നെയാണ്. എന്ത് നിർഭാഗ്യകരമാണ് ഈ അവസ്ഥ എന്നാണ് ഒവൈസി ചോദിച്ചത്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ അയച്ചുകൊണ്ടിരുന്നാൽ ഇന്ത്യക്ക് മിണ്ടാതിരിക്കാനാവില്ല എന്നും ഒവൈസി പറഞ്ഞു. അതായത് ഒവൈസി ഏത് ആശയക്കാരനോ ആയിരിക്കട്ടെ, ഏതു മതവിശ്വാസിയോ ആയിരിക്കട്ടെ, ഏത് സാഹചര്യങ്ങളിലും നരേന്ദ്രമോദിക്കെതിരെ വാളെടുക്കാൻ മുമ്പിൽ നിന്ന വ്യക്തിയാണ്. പക്ഷേ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ നമ്മൾ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന ഒരു വലിയ സന്ദേശം കൂടിയാണ് ഒവൈസി ഈ സാഹചര്യത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ സ്വീകരിച്ച സൈനിക നയതന്ത്ര നടപടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരവും രംഗത്ത് വന്നു. അതെ, ഈ സാഹചര്യത്തിൽ നമ്മൾ രാജ്യത്തിന്റെ സുരക്ഷയാണ് നോക്കേണ്ടത്. രാഷ്ട്രം ഫസ്റ്റ്, രാഷ്ട്രീയം സെക്കൻഡ്. പ്രതികാരത്തിനും വൻതോതിലുള്ള തിരിച്ചടിക്കും വേണ്ടിയുള്ള തീവ്ര ദേശീയമായിട്ടുള്ള ആഹ്വാനങ്ങളാണ് നരേന്ദ്രമോദി തള്ളിക്കളഞ്ഞത്. യുദ്ധത്തിന്റെ പരിണിത ഫലങ്ങൾ മനസ്സിലാക്കിയ നരേന്ദ്രമോദി പ്രത്യേക ലക്ഷ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയ സൈനിക പ്രതികരണമാണ് ബുദ്ധിപൂർവം തെരഞ്ഞെടുത്തത് എന്ന് ചിദംബരം അഭിപ്രായപ്പെട്ടു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് ശേഷം ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയ ലേഖനത്തിലാണ് ചിദംബരം നരേന്ദ്രമോദിയുടെ നടപടികളെ വിശകലനം ചെയ്തത്. റഷ്യ ഉക്രൈൻ സംഘർഷത്തിന്റെ ആദ്യ ദിനങ്ങളിൽ നരേന്ദ്രമോദി നടത്തിയ ഇടപെടൽ ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാണ് പി ചിദംബരം ലേഖനം തുടങ്ങുന്നത് തന്നെ. ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്നായിരുന്നു മോദിയുടെ അന്നത്തെ പ്രതികരണം. ഗാസ, ഉക്രൈൻ പോലെയുള്ള യുദ്ധബാധിത പ്രദേശങ്ങളിലെ ദുരിതം എന്താണ് എന്ന് വിശദീകരിച്ച ശേഷമാണ് മുൻ കേന്ദ്ര ധനമന്ത്രി മോദി യുദ്ധത്തിൽ നിന്ന് എങ്ങനെ മാറി നിന്നു എന്ന് വിശദീകരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള സംഘർഷമാണ്. രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള മറ്റൊരു വലിയ യുദ്ധം ലോകത്തിന്റെ സ്ഥിരതയെയും സമ്പദ് വ്യവസ്ഥയെയും ദുരന്തത്തിന്റെ വക്കിലെത്തിക്കുകയുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ നരേന്ദ്രമോദി പ്രത്യേക ലക്ഷ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയ ഒരു സൈനിക പ്രതികരണമാണ് ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുത്തതെന്നും ചിദംബരം എഴുതുന്നു. രണ്ട് ആണവ ശക്തികൾ തമ്മിൽ കൂട്ടിമുട്ടിയാൽ എന്താകും ലോകത്തിന്റെ സ്ഥിതി എന്ന് കൃത്യമായ രൂപത്തിൽ നരേന്ദ്രമോദിക്ക് അറിയാം. ഓപ്പറേഷൻ സിന്ദൂർ ഒരു ദുരിതബാധിത രാജ്യത്തിന്റെ ന്യായമായിട്ടുള്ള പ്രതികരണമായിരുന്നു എന്ന് ലേഖനത്തിൽ ചിദംബരം അഭിപ്രായപ്പെട്ടു. എന്നാൽ മെയ് 7-ാം തീയതി നടന്ന തിരിച്ചടിയിൽ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ TRF, ലഷ്കർ ഇ തൊയ്ബ അഥവാ LET, ജെയ്ഷെ മുഹമ്മദ് അഥവാ JM, ഈ ഭീകര സംഘടനകൾ തുടച്ചു നീക്കപ്പെട്ടു എന്ന് കരുതാൻ പറ്റില്ല എന്നും ചിദംബരം പറയുന്നു. ഈ സംഘടനകളുടെ നേതൃത്വം ഇപ്പോഴും കേടുകൂടാതെ തന്നെ ഇരിക്കുകയാണ്. കൊല്ലപ്പെട്ട ഭീകരരുടെ സ്ഥാനം ഏറ്റെടുക്കാൻ പുതിയ ആളുകൾ ഉണ്ടാകുമെന്ന് ഇതിനു മുമ്പും അവർ തെളിയിച്ചിട്ടുണ്ട്. ജീവൻ ബലിയർപ്പിച്ചവരെ ഇന്ത്യയിൽ ഭീകര പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറുള്ള യുവാക്കൾ പാകിസ്ഥാനിലുണ്ടെന്നും അവിടുത്തെ സൈനിക മേധാവികളും ISIയും രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം ഇന്ത്യക്കെതിരായിട്ടുള്ള ഭീഷണി അവസാനിക്കില്ലെന്നും ചിദംബരം ലേഖനത്തിൽ എഴുതുന്നു. നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് നടന്ന ഭീകരാക്രമണങ്ങളും കേന്ദ്രത്തിന്റെ പ്രതികരണവും ചിദംബരം അക്കമിട്ട് നിരത്തുന്നുമുണ്ട്. ഉറി, പുൽവാമ, പഹൽഗാം എന്നിങ്ങനെ ഓരോ സംഭവത്തിനു ശേഷവും സർക്കാർ ജാഗ്രതയോടുകൂടിയാണ് പ്രതികരിച്ചത്. കൂടുതൽ സത്യസന്ധമായും സുതാര്യമായും സംസാരിക്കാനും പ്രവർത്തിക്കാനും സർക്കാർ പഠിച്ചതായി തോന്നുന്നു. മെയ് 7-ാം തീയതിക്ക് ശേഷമുള്ള കേന്ദ്രത്തിന്റെ സമീപനത്തെയും ചിദംബരം സ്വാഗതം ചെയ്തു. എന്നാൽ തനിക്ക് തോന്നിയ പോരായ്മകളും ചിദംബരം ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏപ്രിൽ 24-ാം തീയതിക്കും മെയ് 7-ാം തീയതിക്കും ഇടയ്ക്ക് നടന്ന സർവകക്ഷി യോഗങ്ങളിൽ പ്രധാനമന്ത്രിയുടെ അഭാവമായിരുന്നു ഏക അനിശ്ചിതത്വം.
പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നരേന്ദ്രമോദി കാശ്മീർ സന്ദർശിച്ചിട്ടില്ലെന്നും ഇരകളുടെ കുടുംബാംഗങ്ങളിൽ ആരെയും സന്ദർശിച്ചിട്ടില്ല എന്നതും ജനങ്ങൾ ശ്രദ്ധിച്ചു എന്നും ചിദംബരം പറഞ്ഞു. 2023 മെയ് 3 മുതൽ സംഘർഷബാധിത മണിപ്പൂർ സന്ദർശിക്കാൻ മോദി നിരസിച്ചതിന് സമാനമായി ഈ സന്ദർശനവും കണക്കാക്കപ്പെടുന്നതായി ലേഖനം പറയുന്നുണ്ട്. പാകിസ്ഥാനിൽ ആരാണ് ഭരിക്കുന്നത് എന്ന ചോദ്യമാണ് അവസാനമായി ചിദംബരം ഉയർത്തുന്നത്. ദുഷ്കരമായ ദിവസങ്ങളാണ് പാകിസ്ഥാന് മുന്നിലുള്ളത് എന്നും ചിദംബരം ചൂണ്ടിക്കാണിച്ചു. 2019 നടന്ന പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിൽ തങ്ങളാണ് എന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ. ഇന്ത്യ തെളിവ് നിരത്തിയിട്ടും വർഷങ്ങളായി ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരുന്ന പാകിസ്ഥാനാണ് ഇപ്പോൾ പരസ്യമായ തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണത്തെ തങ്ങളുടെ തന്ത്രപരമായ മിടുക്ക് എന്നാണ് പാകിസ്ഥാൻ വ്യോമസേനയുടെ ഡയറക്ടർ ജനറൽ പബ്ലിക് റിലേഷൻസ് എയർ വൈസ് മാർഷൽ ഔറംഗസേബ് അഹമ്മദ് ഒരു പത്രസമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത്. പുൽവാമ ആക്രമണത്തിൽ തങ്ങൾ നിരപരാധിയാണ് എന്ന പാകിസ്ഥാന്റെ സ്ഥിരം അവകാശവാദങ്ങൾക്ക് വിരുദ്ധമാണ് ഈ കുറ്റസമ്മതം. തന്നെയുമല്ല, പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയിൽ നിന്ന് തെളിവുകൾ വേണം എന്ന അവരുടെ സമീപകാല ആവശ്യങ്ങളെ ഇത് ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പുൽവാമയിൽ പാകിസ്ഥാൻ സായുധ സേന തങ്ങളുടെ തന്ത്രപരമായ കഴിവ് പ്രകടിപ്പിച്ചതായും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അവർ പ്രവർത്തന പുരോഗതിയും തന്ത്രപരമായിട്ടുള്ള ബുദ്ധിയും പ്രകടിപ്പിച്ചതായും DG/ISPR ലഫ്റ്റനന്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരിക്കും നാവികസേനാ വക്താവിനുമൊപ്പം പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ ഔറംഗസീബ് അഹമ്മദ് പറഞ്ഞു. ജെയ്ഷെ മുഹമ്മദ് ഭീകരർ നടത്തിയ പുൽവാമ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ല എന്നാണ് വർഷങ്ങളായിട്ടുള്ള പാകിസ്ഥാന്റെ വാദം. ഭീകരരെ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധിപ്പിക്കുന്ന രേഖകൾ ഇന്ത്യ നൽകിയിട്ടും പാകിസ്ഥാൻ നിരന്തരം കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇന്ത്യയുടെ ആരോപണങ്ങൾ നിരസിച്ചുകൊണ്ടേയിരുന്നു. പുൽവാമ ആക്രമണത്തിന് ശേഷം ബാലാക്കോട്ടിലുള്ള ജെയ്ഷെ മുഹമ്മദ് ഭീകര പരിശീലന ക്യാമ്പിൽ വ്യോമാക്രമണം നടത്തിയതും ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തു. ഭാരതത്തെ മുഴുവനും കണ്ണീരിലാഴ്ത്തിയ സംഭവമായിരുന്നു 2019 പുൽവാമ ഭീകരാക്രമണം. 49 ധീര ജവാന്മാർ വീരമൃത്യു വരിച്ച ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം അന്ന് ജെയ്ഷെ മുഹമ്മദ് എന്ന പാകിസ്ഥാന്റെ അരുമ സന്തതികളാണ് ഏറ്റെടുത്തത്. പാകിസ്ഥാനെ അന്ന് ഇന്ത്യ പ്രതിക്കൂട്ടിലാക്കിയെങ്കിലും അവജ്ഞയോടുകൂടി അവരത് തള്ളിക്കളയുകയും ഇന്ത്യയുടെ വെറും ആരോപണങ്ങളാണ് ഇത് എന്ന് ലോകത്തിന് മുന്നിൽ അഭിനയിക്കുകയും ചെയ്തു. പുൽവാമയ്ക്ക് പകരം ബാലാക്കോട്ടിലെ ചോര കൊണ്ട് ഇന്ത്യ പകരം വീട്ടിയതും ചരിത്രമാണ്. ഇന്നിതാ ഒരു ലോക മഹായുദ്ധം തലനാരിഴയ്ക്ക് ഒഴിവായതിന്റെ ആവേശത്തിൽ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ. പുൽവാമ തങ്ങളുടെ പദ്ധതിയായിരുന്നു എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞു പോയിരിക്കുന്നത്. പുൽവാമ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ബുദ്ധിപരമായ നീക്കമാണ് എന്നാണ് പാക് എയർവൈസ് മാർഷൽ ഔറംഗസീബ് അഹമ്മദ് അവകാശപ്പെട്ടിരിക്കുന്നത്. വെടിനിർത്തൽ ധാരണയ്ക്ക് മുമ്പ് വെള്ളിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് എയർ മാർഷൽ ഔറംഗസീബ് അഹമ്മദ് വിവാദ പ്രസ്താവന നടത്തിയത്. പാകിസ്ഥാന്റെ വ്യോമ അതിർത്തി, കര, ജലാശയങ്ങൾ അല്ലെങ്കിൽ അവിടത്തെ ജനങ്ങൾ എന്നിവയ്ക്ക് ഭീഷണി ഉണ്ടായാൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അത് ശ്രദ്ധിക്കപ്പെടാതെ പോകരുത്. നമ്മുടെ രാജ്യത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. പാക് ജനതയ്ക്ക് അവരുടെ സായുധ സേനയിലുള്ള അഭിമാനവും വിശ്വാസവും ഞങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. പുൽവാമയിലെ ഞങ്ങളുടെ തന്ത്രപരമായ മികവിലൂടെ ഞങ്ങളത് അറിയിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തന പുരോഗതിയും തന്ത്രപരമായ ചാതുര്യവും ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അവർ ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നായിരുന്നു എയർ മാർഷൽ ഔറംഗസീബ് അഹമ്മദ് പറഞ്ഞത്. ജെയ്ഷെ മുഹമ്മദ് പുൽവാമ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടും പാകിസ്ഥാൻ തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്ന ഇന്ത്യയുടെ ആരോപണങ്ങൾ നിഷേധിച്ചതാണ്. ചാവേറായിരുന്ന ആദിൽ അഹമ്മദ് ദറിനെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനമായിട്ടുള്ള ബെഹാവൽപൂരിലെ സുബ്ഹാനല്ലാ ക്യാമ്പുമായി ബന്ധിപ്പിക്കുന്ന ഇന്ത്യയുടെ തെളിവുണ്ടായിരുന്നിട്ട് പോലും പാകിസ്ഥാൻ അത് നിരസിക്കുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ സുബ്ഹാനല്ലാ ക്യാമ്പാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. നന്ദി.